നവംബർ 26 ബുധനാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇന്ന് എൻ്റെ അനിയൻ്റെ മനസ്സമ്മതമാണ്. അപ്പോൾ രാവിലെ ഒരു 7:30 മണിയായപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിള്ളേർക്കൊക്കെ കൊടുത്ത് ഏട്ടനോ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിതാ പോകാൻ വേണ്ടി റെഡിയാവാണ്. അപ്പോൾ അപ്പു കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു. ചപ്പാത്തി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത്. ചപ്പാത്തി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു, ഗ്രീൻ പീസ് കറി കഴിച്ചു. അപ്പോൾ ലിപ്സ്റ്റിക്ക് പോവാണ്ട് കഴിക്കണം കണ്ടപ്പോഴത്തേന് അവൾ ചിരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ എന്തോ വർക്ക് വന്നു, വേഗം അതെന്തോ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മൾ ഇറങ്ങാണ് കേട്ടോ. നമുക്ക് വടുതല വരെ പോകണം. വടുതലയിൽ നിന്ന് നമ്മൾ പിന്നെ പുതുവൈപ്പിലേക്ക് പോവും. പുതുവൈപ്പിലാണ് നമ്മുടെ പെണ്ണിൻ്റെ വീട്. അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം മനസ്സമ്മതം പെണ്ണിൻ്റെ വീട്ടിലാണ്, കല്യാണം ചെക്കൻ്റെ വീട്ടിൽ. അപ്പോൾ കല്യാണം ഈ ഞായറാഴ്ചയാണ് കേട്ടോ. നല്ല തിരക്കിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര ചൂടാണ് എനിക്ക്. ചൂടും മൊത്തത്തിൽ ചൂടുണ്ടെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പക്ഷേ എന്നാലും നവംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേനൊരു തണുപ്പൊക്കെ രാവിലെ ഉണ്ട്. പക്ഷേ എനിക്ക് മൊത്തത്തിലൊരു ആവിപ്പാണ് കേട്ടോ. അപ്പോൾ വീടൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. രാവിലെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള നേരമായി. പോകുന്ന വഴിയിൽ നമുക്ക് അപ്പച്ചനെ അമ്മച്ചിനെയൊക്കെ പിക്ക് ചെയ്യണം. അപ്പച്ചനും അമ്മച്ചിയും വടുതല വളവിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് പിന്നെയും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും സമയം പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കേണ്ടത്. വടുതല വളവ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വിളിച്ചിട്ട് നമ്മളിതാ വണ്ടി കിടക്കുന്ന അവിടെ വന്നപ്പോൾ ഏട്ടനാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. ഈ വണ്ടി ഇങ്ങോട്ടേക്ക് കയറണ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് എൻ്റെ അമ്മ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ കൂടെ അപ്പോൾ മേരി ആൻറ്റിയും കൂടി ജോയിൻ ചെയ്തു. മേരി ആൻറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ്റെ, അതായത് എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ വൈഫിൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ആൻറ്റിയുടെ വീട് അവിടെ അടുത്താണ്. അപ്പോൾ ആൻറ്റിയും ഞാനും പിള്ളേരും അപ്പച്ചനും അമ്മച്ചിയും കൂടി ഇതാ വീട്ടിലേക്ക് പോവാണ്. ഞാൻ വലിയ ഒരുക്കമൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ. അതായത് ഹെയർ സ്റ്റൈൽ ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല, അത് പണ്ടേ ഇല്ല. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ പോകാനായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ വചനം. അതിന്റെ ഇടയിൽ കൂടി ഞാൻ ഇവിടെ എപ്പോഴും പുറത്തിരിക്കട്ടെ. അങ്ങനെതാ എവിടെ ചെന്നാലും ഏത് പരിപാടിക്ക് പോകുമ്പോൾ ഇറങ്ങുമ്പോഴും പ്രാർത്ഥന ഞാനാണ് കേട്ടോ. ഞാനാണ് മിക്കപ്പോഴും ബൈബിള് വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലി ഇറങ്ങാൻ എൻ്റെ കയ്യിലാണ് തരിക. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതാ വീടൊക്കെ പൂട്ടി. ഇതാണ് എൻ്റെ അമ്മച്ചിയുടെ മൂത്താങ്ങളെ കേട്ടോ, ജോൺസൺ. ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ. നിഖിൽ എന്നാണ് അവൻ്റെ പേര്. നിങ്ങൾ മറ്റേ പഴയ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും വീടൊക്കെ പൂട്ടി ഇറങ്ങാണ്. ഇതാണ് ചെക്കൻ്റെ സഹോദരി, ഞങ്ങളുടെ അലീനക്കുട്ടി. അവൾ ആസ്റ്ററിൽ നേഴ്സാണ്. മഞ്ചേട്ടനുണ്ട്, ജോസിയുണ്ട്, മഞ്ചേട്ടനുണ്ട്. അടിപൊളി, നല്ല ക്ലാസ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇന്ന് ചൂടൊക്കെ സഹിച്ചു. അപ്പം നമ്മുടെ ഇങ്ങടേക്ക് ബസ് കയറത്തില്ല. അപ്പം നമ്മളിതാ നമ്മുടെ അയൽവക്കക്കാരും റിലേറ്റീവ്സും എല്ലാവരും കൂടി നമ്മളിതാ അങ്ങടേക്ക് പോവാണ്. ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. പക്ഷെ നമുക്ക് ഞാനും ചേട്ടനും പിള്ളേരും കാറിനാണ് കേട്ടോ വരണേ. ചെക്കന് നമ്മുടെ ജോക്കൂട്ടിനെ പിന്നെ അബി എടുത്തിട്ടുണ്ട്. അവൻ എൻ്റെ അനിയനാണ് കേട്ടോ. അതിനിടയ്ക്ക് മുമ്പ് ഒരു മഞ്ഞ സാരി ഉടുത്ത് പോയില്ലേ, അതെൻ്റെ അനിയത്തിയാണ്. അപ്പം ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് ഇടാം എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ അതാ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഓമൻ ആൻറ്റി, പുഷ്പ ആൻറ്റി അല്ലല്ലോടാ, തങ്ക ആൻറ്റി, അതേപോലെ എല്ലാവരും ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെ കൂട്ടുകാരാണ് ഈ പറഞ്ഞ എല്ലാവരും. അപ്പോൾ ഇതാ ചെക്കന് പോകാനുള്ള വണ്ടിയാണ് നമ്മൾ താറാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെണ്ണിന്റെ വണ്ടി അത് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ പോവാണ്. അയ്യോ ഇതേ പപ്പ വിളിക്കുന്ന എടുത്ത്.
അങ്ങനെ വണ്ടി പോയി. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലുള്ള റോട്ടിൽ കൂടിയാണ് കേട്ടോ അങ്ങടേക്ക് പോയത്. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, ഞാൻ പിന്നെ കാറിൽ കയറി വോമിറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ ചെക്കൻ്റെ കൂടെ കാറിൽ കയറില്ല. എന്നെ വിളിച്ചവൻ, ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ എന്തായാലും വോമിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഗോശ്രീ പാലം കയറിയപ്പോൾ തന്നെ ഞാൻ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് പറ്റില്ല. എനിക്കറിയാം രാവിലെ. അപ്പോൾ അമ്മച്ചിക്ക് അറിയാം. അപ്പോൾ അമ്മച്ചി കിറ്റൊക്കെ സെറ്റാക്കി ഇരിക്കാറ് കേട്ടോ. ഞാൻ വോമിറ്റ് ചെയ്യും, പാവം. അങ്ങനെ തടയുകയൊക്കെ തിന്നിട്ട് തടകിയാലും നമ്മൾ വൊമിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അന്നക്കുട്ടിയുടെ വക വ്ളോഗ് എടുക്കലാണ്. അങ്ങനെ പുതുവൈപ്പ് ചർച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പെൺകുട്ടിയുടെ പേര് ജോസ്ന എന്നാണ്. അപ്പോൾ പെണ്ണിൻ്റെ വണ്ടിയും താറാണ്. അപ്പോൾ ഇതാണ് എൽസി ആൻറ്റി കേട്ടോ, ചെക്കൻ്റെ അമ്മ. അപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കുകയാണ്. നമുക്ക് ഭയങ്കര ജിജ്ഞാസയായിരിക്കുമല്ലോ, എന്ത് ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടാവുക, എന്ത് കോസ്റ്റ്യൂം ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ ഞാനും ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നോക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കുട്ടീനെ നേരിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പറും കൂടി വരികയാണ്. ജോസ്ന എന്നാണ് ആളുടെ പേര്. നിഖിൽ വിത്ത് ജോസ്ന. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് ഈ പുതിയ കപ്പിൾസ് എന്ന്. അപ്പോൾ ഞായറാഴ്ച കല്യാണത്തിൻ്റെ വ്ളോഗോ ഷോർട്സോ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടിടുന്നതായിരിക്കും. ഇതിപ്പോൾ എടുത്ത് വെച്ചിട്ട് തന്നെ എത്ര ദിവസമായെന്ന് അറിയാമോ? അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ ചെക്കനും പെണ്ണും ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ എടുക്കണ്ടേ, കിട്ടണ്ടേ. ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെക്കനും പെണ്ണും ഒക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാണ് ചെക്കൻ്റെ പെണ്ണിൻ്റെ അമ്മ, പെണ്ണിൻ്റെ പപ്പ, പെണ്ണിൻ്റെ ഒരാങ്ങളെയാണുള്ളത്. ഇപ്പുറത്ത് നമ്മുടെ സൈഡിലെ ആൾക്കാർ. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ അനിയത്തിക്കുട്ടി റെഡി അയക്കുന്നത്, എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എൽസി ആൻറ്റി, ജോൺസൺ ഞങ്ങൾ, ഇപ്പുറത്തെ സൈഡിൽ പെണ്ണിൻ്റെ അപ്പൻ, അമ്മ, പിന്നെ പെണ്ണിനൊരു അനിയനാണുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി വാദിക്ക് പിന്നെ ഫോട്ടോഗ്രാഫർമാരുടെ കയ്യിലാണല്ലോ അങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നടക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ ഫോട്ടോ പിടുത്തം നടത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ പള്ളിയുടെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, എന്തൊക്കെ സംഭവിച്ചാലും യൂട്യൂബ് എന്നൊരു ആപ്ലിക്കേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കാലത്തോളം എൻ്റെ ഈ വ്ളോഗ് ഇതിൽ കിടക്കും. നിനക്ക് മക്കളുണ്ടായാലും നിനക്ക് കാണിക്കാം. നിൻ്റെ മക്കളത് ചിപ്പി ചേച്ചിയുടെ വ്ളോഗിൽ ഞങ്ങളുടെ മനസ്സമ്മതമൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കാണിക്കുക. ഇല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കും, സന്തോഷമുള്ള കാര്യമല്ലേ അത്. അപ്പോൾ അങ്ങനെ മനസ്സമ്മതത്തിന് അവിടെ ചെന്നു. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരിതാണ്. അപ്പോൾ അച്ഛൻ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒരു ചെറിയൊരു സ്പീച്ച് പോലെ അച്ഛൻ്റെ ഒരു ബ്ലസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും. നമ്മുടെ കൂടെ കളിച്ച് നടന്നുകൊണ്ട് നമ്മുടെ സ്വന്തം അനിയൻ ഒരു എൻഗേജ്ഡ് ആവാൻ പോവാണ്. അവൻ്റെ മനസ്സമ്മതമാണ്. അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകണം. അപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥന എല്ലാം പള്ളിയിടവക തച്ചുതറ ജോർജ് എലിസബത്ത് ജോർജിൻ്റെ മകൻ ജോർജ് നീലും, ഇടവക മാളിയക്കൽ ജോബ് റെന്നി മകൾ ജോസ്നയുമായി ഞങ്ങൾ ക്രിസ്തീയ നിയമപ്രകാരം വിവാഹം ചെയ്ത് കൊള്ളാമെന്ന് സംബന്ധിച്ച് പുതുവൈപ്പ് സെൻസ് പാസ്റ്റർ പള്ളി വികാരി സെബാസ്റ്റ്യൻ കുടിപ്പുറമിനു മുമ്പാകെ വിവാഹം ഉടമ്പടി ചെയ്യുന്നു. ജോർജ് നീൽ ജോസ്നയുമായി സമ്മതമാണ്. ജോസ്ന നിൽക്കുന്ന ജോർജ് നീലിനെ വിവാഹ സമ്മതമാണ്. പിന്നെ സൈൻ ചെയ്തതിന് ശേഷം നമ്മൾ റിങ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവൻ റിങ് ഇടുന്നത് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് ഇട്ടുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടിൽ ആരൊക്കെ വന്നപ്പോഴത്തേനും ചേട്ടനാണ് വീഡിയോ എടുത്തത്. അങ്ങ് കയറി നിന്ന് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ മോളിടുന്നത് കിട്ടി കേട്ടോ. ജോസ്ന ഇടുന്നത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് റിങ് ഇടുന്നത് കിട്ടി. അപ്പോൾ സന്തോഷമായി. പിന്നെ നമുക്ക് വെഡ്ഡിങ് ആൽബത്തിലും എല്ലാത്തിലും ഉണ്ടാകുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പുതിയ നമ്മുടെ എന്താ പറയുക, അനിയത്തിയായി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എന്നിട്ടും പിന്നെ ഫോട്ടോഗ്രാഫർമാരുടെ കുറേ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കണ്ട് പരിചയമൊക്കെ പുതുക്കി വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പള്ളിയുടെ പുറത്തൊക്കെ ആയിട്ടിരുന്നു. കുറച്ച് നേരം പള്ളിയുടെ അകത്തിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഹോളിലേക്ക് പോയിട്ടോ. ഹോളിൽ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഈ വോമിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് മതിയായിട്ടോ. എന്നാലും ഞാൻ
മാക്സിമം ഞാൻ അതിൻ്റെ അകത്ത് എൻജോയ് ചെയ്തിട്ടാണ്. എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. വേറൊരു വിഷമം എനിക്കില്ല. കാരണം എന്ത് പരിപാടി വന്നാലും ഒരു 2 ചുവട് നമ്മുടെ വക ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പോട്ടെ, നമുക്കിനി 2 അനിയത്തിമാരുണ്ട്, 2 അനിയന്മാരുണ്ട്, നിങ്ങളുടെയൊക്കെ കല്യാണം നമുക്ക് തകർക്കണ്ടേ. ഞാൻ തകർക്കും, ഞാൻ ഡാൻസ് കളിച്ച് ഞാൻ മരിക്കും. ഞാൻ കാരണം ഇതിനെനിക്ക് വയറും വെച്ച് എനിക്ക് ഒട്ടും പറ്റാനുള്ളട, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കളിച്ചേനെ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാ അങ്ങനെ ചെക്കനും പെണ്ണും. അപ്പോൾ അന്നക്കുട്ടിക്ക് കുമ്മിട്ടി ജ്യൂസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷമമാണ്. ഞാൻ ചെന്നപ്പോൾ തീർന്നു പോയി. അവൾക്ക് കുമ്മിട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കണത് കുമ്മട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര കൊതിയായിരുന്നു കുമ്മട്ടി കാണുമ്പോൾ. ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷേ എന്നാലും എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് അമ്മച്ചി, ഇതാണ് അപ്പച്ചൻ. അപ്പം ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയും സ്വാഗതം ചെയ്യുന്നു. മെറ്റഡോൾ സെറിമണിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് അറിയപ്പെടുകയാണ്. Yes, finally, the much waited moment is here. We are going to invite a star of the day. Give a big round of applause and welcome a most beautiful bride to be, Josna, as well as a handsome groom to be on the stage. നല്ലൊരു വേണ്ടി എല്ലാവരും ചേർന്നവരിക്കും കൂടി അവർക്ക് വേണ്ടി ഈ പാട്ടൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ആ പാട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല, എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയെങ്കിലും നമുക്ക് എൻ്റെ വോയിസിൽ നമുക്ക് വീഡിയോ കാണാമല്ലോ, കുഴപ്പമില്ലല്ലോ. പാട്ടിടുമ്പോൾ നമുക്ക് എന്തായാലും കോപ്പിറൈറ്റ് ഉണ്ടാവും ലോങ് വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ കുട്ടികളടക്കം എല്ലാവരും, പെണ്ണിൻ്റെ അമ്മ വരെ ഡാൻസ് കളിച്ചു. അടിപൊളിയായിരുന്നു, നല്ല രസത്തിലായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് ഇച്ചിരി നേരം പോലും നമുക്കൊരു ഗ്യാപ്പിട്ട് ഒരു ശോകമായിട്ട് ഇരിക്കേണ്ട അവസ്ഥയൊന്നും വന്നില്ല. ആ കയറിയപ്പോൾ മുതൽ ഇറങ്ങുന്ന വരെ നമ്മൾ നല്ല എൻഗേജ്ഡ് ആയിട്ടാണ് ഇരുന്നേച്ചത്. പിന്നെ പിന്നെ നമുക്ക് ഓരോരോ ചടങ്ങുകളുണ്ടാവുമല്ലോ. നമ്മൾ സ്റ്റേജിലേക്ക് എല്ലാവരെയും വിളിക്കും, ഗോഡ് പാരൻസിനെ സിബ്ലിങ്സിനെയൊക്കെ വിളിക്കും. പിന്നെ കേക്ക് കട്ട് ചെയ്യും, ക്യാൻഡിൽ ലൈറ്റിംഗ് ഉണ്ടാവും, തിരി നമ്മൾ കത്തിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ടിട്ട് ഞാൻ ആ പാട്ടൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ജീവിതം നല്ല മധുരമുള്ളതാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, പാരൻസിനും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വൈൻ ടോസ്റ്റിംഗ് ഒരു സെറിമണി ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസിനായിട്ടെന്നല്ല, എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ വക ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മളൊരു 10 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ ആൽബം എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എടുത്ത് കാണുമ്പോൾ, ഇങ്ങനെ ആയിരുന്നു അല്ലേ, എത്ര സന്തോഷത്തിലാണ് നമ്മൾ അന്ന് ഇരുന്നേച്ചതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ വൈൻ ടോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എൻ്റെ ഒന്നും കല്യാണത്തിൽ ഒന്നും ഉണ്ടായില്ല കേട്ടോ. കേക്ക് കട്ട് ചെയ്തെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കണം കൂടിയില്ല. അതും ഇതുപോലെയാണ്, ഞാൻ ഛർദ്ദിച്ച് ഞാൻ ഊപ്പാട് വന്നിരിക്കുകയായിരുന്നു. എനിക്ക് പിന്നെ എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഹാരമൊക്കെ ഇട്ട് സ്വീകരിച്ചു. പിന്നെ കുട്ടികളുടെ ഡാൻസ്, വലിയ ആൾക്കാരുടെ ഡാൻസ്, അവിടെയുള്ള ആൻറ്റിമാരുടെ ഡാൻസ്, നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ സ്ഥലത്തോട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്കൊരു നാണം പോലെ തോന്നി. നമ്മൾ അങ്ങനെ പോയി എടുക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും, നമ്മുടെ എനിക്കൊരു ചമ്മൽ കേട്ടോ. ഞാൻ അങ്ങനെ പോയില്ല. നല്ല ഫുഡായിരുന്നു, നോൺ വെജ് ഫുഡ്. പിന്നെ അല്ലാണ്ട് നമ്മുടെ വെള്ളയപ്പം, സ്റ്റൂ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും നമുക്കിത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട ദിവസത്തെ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാം പരിപാടിയൊക്കെ ഏകദേശം 20 ഒതുങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുകയാണ്. അവിടെ കുറച്ച് പേരുടെ ഫുഡൊക്കെ കഴിയാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.